അവർ ഇന്ന് പബ്ലിഷ് ചെയ്യുമെന്നും പറഞ്ഞ് കൊടുത്തു. അത് ചെയ്യൂ നിങ്ങൾ പറ. അപ്പം ഇ.പി. ജയരാജനും CPM-നും ഇന്നും കള്ളം പറഞ്ഞേ പറ്റുള്ളൂ, 20-ാം തീയതി വരെ കള്ളം പറഞ്ഞേ പറ്റുള്ളൂ. പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അവർ പെട്ടുപോയിരിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിച്ചാൽ മതി, അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരെ തള്ളിപ്പറയുടെ ഇലക്ഷൻ നടക്കുമല്ലേ. പണ്ട് ഇതുപോലെ നെയ്യാറ്റിൻകര ഇലക്ഷൻ നടക്കുമ്പോഴാണ് രമയെ കാണാൻ വേണ്ടി VS അച്യുതാനന്ദൻ പോയത്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ അന്നാണ് ഈ പ്രകാശ് ജാവദേക്കറെ കണ്ട കാര്യം EP പറയുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ടാണ് മുഖ്യമന്ത്രി വന്നിട്ട് പറയണത്, മുഖ്യമന്ത്രി ഒന്ന് ഗുണദോഷിച്ചു. അത് ഈ ദല്ലാൽ നന്ദകുമാറായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഇലക്ഷൻ്റെ അന്ന്, പാർലമെന്റ് ഇലക്ഷൻ്റെ അന്ന് EP ജയരാജനെ ഗുണദോഷിച്ചത്. കൂട്ടുകൂടുന്നവരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ജാവദേക്കറെ കണ്ടത് തള്ളിപ്പറഞ്ഞില്ല മുഖ്യമന്ത്രി. ജാവദേക്കറെ കണ്ട എന്താ കുഴപ്പം? ഞാനും 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ജാവദേക്കർ കേന്ദ്രമന്ത്രി അല്ലല്ലോ, കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. അയാളെ EP ജയരാജനും അതുപോലെ പിണറായി വിജയനും എന്തിനാ 5-6 പ്രാവശ്യം കാണുന്നത്? അവർ തമ്മിൽ എന്താ ചർച്ച? ഞങ്ങളുടെ ചോദ്യം അതാണ്. അവർ തമ്മിൽ എന്തിനാ ചർച്ച? എന്തിനാ പിണറായി വിജയൻ ഇയാളെ പോയി കാണുന്നത്? EP പറഞ്ഞു എയർപോർട്ടിലേക്ക് പോണ വഴി വീട്ടിലേക്ക് വരികയാണ്. എൻ്റെ വീട് കൊച്ചി എയർപോർട്ടിലേക്ക് പോണ വഴിക്കുക. ഈ ജാവദേക്കർ ഒന്ന് അന്ന് VD സതീശന്റെ വീട്ടിലേക്ക് ഒന്ന് കയറിയേക്കുക എന്ന് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ആ പാർലമെന്റ് ഇലക്ഷന്റെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നാണ്, CPM-ൽ നടന്നാണിത് അല്ലേ? അതിന്റെ പേര് പറഞ്ഞാണ് മാറ്റിയതെന്ന പത്രവാർത്ത. ഒരാൾ അധിക സ്ഥാനത്ത് നിന്നൊക്കെ പാർട്ടിക്കകത്ത് മാറ്റുന്നതിനൊക്കെ എന്താ പ്രശ്നം? അത് പാർട്ടിയുടെ ആഭ്യന്തരം, ഞങ്ങൾ അതിലൊന്നും ഇടപെടില്ല. ഇത് CPM-ന്റെ ആഭ്യന്തരം. പക്ഷെ അദ്ദേഹത്തിന് സങ്കടമുണ്ട്, ജാവദേക്കറെ കണ്ടതിന്റെ പേരിൽ ഇങ്ങനെ ഉണ്ടാക്കി അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി പുറത്താക്കിയുള്ള സങ്കടമുണ്ട്. ഇലക്ഷൻ അന്ന് ഇതുപോലത്തെ ഒരു വിവാദം ഉണ്ടായതാണല്ലോ പാർലമെന്റ് ഇലക്ഷന്റെ. ഈ ഇലക്ഷന്റെ ചേലക്കരയിലും വയനാട് ഇലക്ഷന്റെ അന്നും ഇങ്ങനൊരു വിവാദം ഉണ്ടായി എന്ന് കൂട്ടിയാൽ മതി. പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതിന്റെ കണ്ടന്റാണ്. ഒന്ന്, ഈ പാലക്കാട് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുള്ള കാര്യവും, പിന്നെ എല്ലാവരും പറയുന്ന ഈ 2ാം പിണറായി സർക്കാരിനെ കുറിച്ച് CPM നേതാക്കളിലും അണികളിലുമുള്ള വിചാരം. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നത്. ഞങ്ങൾക്ക് CPM-ൽ നിന്ന് ഞാൻ നന്നായി പ്രതീക്ഷിക്കുന്നുണ്ട്. ചേലക്കരയിലും പാലക്കാടും നമ്മുടെ ഭൂരിപക്ഷം കണക്കാക്കിയിരിക്കുന്നതിലൊക്കെ ആ ഒരു കണക്ക് കൂടിയുണ്ട്. അത് കിട്ടും, വോട്ട് കിട്ടും. ഞങ്ങളുടെ സ്ക്വാഡിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. CPM വീടുകളിൽ ചേരുമ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവർക്ക് വോട്ട് ചെയ്യില്ല. പാർട്ടി ഒന്ന് നന്നായിട്ട്, എന്നിട്ട് ഇനി പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്ന നല്ല സഹാക്കളൊക്കെ ധാരാളം പേര് ഉണ്ട്. അതെ, ഇല്ലെന്നേ, അങ്ങനെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് അങ്ങനെ ഒരു അഭിപ്രായമായിരിക്കും. അല്ലെന്നേ, ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ശരിയായിരിക്കും. അത് അവരുടെ അഭിപ്രായം പറഞ്ഞായിരിക്കും. സണ്ണിക്കുട്ടിയുടെ അഭിപ്രായം ആയിരിക്കും പറഞ്ഞത്. സണ്ണിക്കുട്ടി അഭിപ്രായത്തിന്റെ അഭിപ്രായം പറഞ്ഞതിന് എനിക്കെന്താ കുഴപ്പം? അല്ല നിർബൻ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയണ്ടെന്നേ. അതിനെന്താ? അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അല്ല VD സതീശനെ കുറിച്ച് മോശമായിട്ട് പറയാനോ അല്ലെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ സണ്ണിക്കുട്ടി അഭിപ്രായനുണ്ട്. ഞാൻ സണ്ണിക്കുട്ടി അഭിപ്രായന്റെ വീട് റെയ്ഡിയോ അവിടുത്തെ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോയിപ്പിക്കുകയോ ചെയ്യില്ലല്ലോ. അല്ലെ ആളുകളെ വിട്ട് കല്ലെറിയിപ്പിക്കുകയോ അല്ലെങ്കിൽ വിനു വിജോണിന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ട് പോസ്റ്റ് ഒട്ടിച്ച മാതിരി ഞാൻ സണ്ണിക്കുട്ടി അഭിപ്രായന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ട് പോസ്റ്റ് ഒട്ടിക്കൊന്നുമില്ല. ഞാൻ സണ്ണിക്കുട്ടി അഭിപ്രായനെ അതിന് ശേഷം കണ്ടപ്പോൾ കൈ കൊടുത്താലോ ഹലോ സണ്ണിച്ചായ എന്ന് പറഞ്ഞ് അതിനെന്താ? അത് ശരിയാവണമെന്നില്ലല്ലോ. ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം അറിയാൻ പാടുള്ളൂ. എൻ്റെ പാർട്ടിയല്ലേ എന്നെ പ്രഖ്യാപിച്ചത് ACC പ്രസിഡന്റ് അല്ലേ. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് തീരുമാനിച്ചതല്ല എന്നെ. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി എല്ലാവരുടെ അഭിപ്രായം ഇപ്പൊ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹം വാങ്ങിച്ചു. എല്ലാവരുടെ അഭിപ്രായം വാങ്ങിച്ചു. അദ്ദേഹമാണ് നിരീക്ഷകനായിട്ട് വന്നത്. എന്നിട്ട് അപ്പം പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി എന്ത് തീരുമാനം എടുക്കുക. കോൺഗ്രസ് പ്രസിഡന്റ് കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ദേശീയ നേതൃത്വമാണ് എന്നെ പ്രഖ്യാപിച്ചാൽ എന്താ കുഴപ്പം? അതിലെന്താണ്? ഞങ്ങൾ തമ്മിൽ വോട്ടെടുപ്പോ മത്സരമോ ഒന്നും നടന്നിട്ടില്ലല്ലോ. പാർലമെന്ററി പാർട്ടിയുടെ റെസൊല്യൂഷനാണ് കൂടിയിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി, ഓതറൈസ് ചെയ്ത്. കോൺഗ്രസ് പ്രസിഡന്റ് MLA ആയ എന്നെ, ആ കൂട്ടത്തിലൊരു MLA ആയ എന്നെ പാർട്ടി ലീഡറായിട്ട് പ്രഖ്യാപിച്ച്. അതിലെന്താ പ്രശ്നം? അതിലാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അവർക്കത് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് എഴുതിയത് സണ്ണിച്ചായനല്ലല്ലോ എഴുതിയത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇത്രയും നാൾ LDF കൺവീനറായിരുന്ന ഒരാളല്ലേ പുസ്തകം എഴുതിയത്. അല്ല, നമ്മളതൊന്നും പറയണ്ടെന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
എനിക്കടക്കം എല്ലാ മാധ്യമങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം, DC ബുക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം EP ജയരാജനെ പോലുള്ള ഒരാളുടെ ആത്മകഥ സ്വന്തമായി ഉണ്ടാക്കി ആകാശത്ത് നിന്ന് പിടിച്ചെടുത്ത കുറേ സാധനങ്ങൾ വെച്ച് ആരെയും കൊണ്ടെങ്കിലും എഴുതിച്ചിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കേരളത്തിൽ CPM ഭരിക്കുമ്പോൾ അതുപോലത്തെ ഒരു സ്ഥാപനം അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ലല്ലോ. ഇവരിത് കള്ളം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം, ഇന്നത്തെ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടാണ്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ CPMന്റെ നേതാവ് വരാൻ പോണ ഇലക്ഷനിൽ ഇവന് അവസരവാദിയാണ്, ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് കാലുമാറിയവനാണ് എന്നൊക്കെ പറഞ്ഞ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ ഒരു അത് എനിക്കറിയാം. അതൊക്കെ അവർ തമ്മിൽ ആലോചിച്ച് ചെയ്യേണ്ടത്. വേണമെങ്കിൽ പേര് മാറ്റിയിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ അതെന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇത് കഴിയുമ്പോൾ പേര് മാറ്റിയിട്ട് ബുക്ക് പബ്ലിഷ്. ഞാൻ ഇതൊക്കെ പറഞ്ഞില്ലേ, ഹിന്ദുവിൽ മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂ, അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ അല്ല, കേസൺ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആളുകൾ ഇന്റർവ്യൂ നടക്കുമ്പോൾ നോക്കി നിന്ന ആളുകൾ എഴുതി കൊടുത്താണ്. ഞാൻ മുഖ്യമന്ത്രിയെ നിയമസഭയിൽ വെല്ലുവിളിച്ചു, നിങ്ങൾ അറിയാത്തൊരു കാര്യം, നിങ്ങളൊരു പറയാത്ത കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു PR ഏജൻസി എഴുതി കൊടുത്തെങ്കിൽ അവന്മാർക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചു. അവിടെ മുഖ്യമന്ത്രി കള്ളത്തരം പറഞ്ഞാണ്. കള്ളത്തരം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അപ്രൂവലോട് കൂടിയാണ് ഹിന്ദുവിൽ ഇത് എഴുതി കൊടുത്തത്. ഇപ്പം ഞാനിവിടെ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ, ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കണ്ടേ അല്ലേ? ഞാൻ കൊടുക്കണ്ടേ? മുഖ്യമന്ത്രി അറിയാത്ത കാര്യമാണ് ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്തതെങ്കിൽ മുഖ്യമന്ത്രി അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? എന്തേ കൊടുക്കായിരുന്നത്? ഞാനാണെങ്കിൽ കൊടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഇട്ട് നോക്കുന്നു, നിങ്ങളിപ്പോൾ ഞാൻ പറയാത്ത കാര്യം എല്ലാം ഓൺ റെക്കോർഡാണ് അല്ലേ? ഹിന്ദുവിൻ്റെ ഓൺ റെക്കോർഡാണ്. അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ അറേഞ്ച് കൊടുത്ത ഏജൻസി എഴുതി കൊടുത്തത് ചെയ്തു, അത് തെറ്റായി പോയെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരൊന്നുകൂടി അത് നോക്കിയിട്ട് ചെയ്യണം. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ 5 ദിവസമായിട്ട് ഇവനെ ഫോൺ വിളിച്ച് ചോദിച്ചാൽ, ഈ ചെറുക്കനെ ഫോൺ പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല. അതിന്റെ ചെയർമാനെയും നമ്മുടെ MLA-യുടെ മകനെയും ഫോൺ പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല പുള്ളി. നീ എന്താടാ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കണ്ടേ? MLA-യുടെ മകനാണ്, അറിയാം, എനിക്ക് അറിയാവുന്ന പയ്യനാണെന്ന് പറഞ്ഞു. നീ എന്താടാ ഞാൻ പറയാത്ത കാര്യം നീ കൊടുത്തത്? ഞാൻ പറഞ്ഞ മാതിരി പട്ടിൽ പൊതിഞ്ഞൊരു ശകാരമെങ്കിലും ആ ചെക്കനോട് ചെയ്തോ? പട്ടിൽ പൊതിഞ്ഞൊരു ശകാരം, നമ്മൾ സ്നേഹിച്ച് ശകാരിക്കല്ല, അതാണ് പട്ടിൽ പൊതിഞ്ഞ ശകാരം. ഞാൻ അസംബ്ലി ചോദിച്ച വാക്കാ, പട്ടിൽ പൊതിഞ്ഞൊരു ശകാരമെങ്കിലും ആ PR ഏജൻസിയുടെ ആളുകളോട് ചെയ്ത. കേസ് കൊടുത്തില്ല എന്ന് പോട്ടെ, അതുപോലും ചെയ്തില്ല. അപ്പൊ സംഭവം എന്താ? സംഭവം അത് ശരിയാണ്. അതുപോലെ തന്നെ ഇത് EP അങ്ങനെ കേസൊന്നും കൊടുക്കൂല. EPക്ക് അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പാവത്തിന് വെറുതെ. ഉപതെരഞ്ഞെടുപ്പിൽ CPIM-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പുസ്തക വിവാദം, അതിനുശേഷം അതുൾപ്പെടെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ.